إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിൽ അല്ലാഹു അവന്റെ നബിമാരായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ, അതുപോലെ തന്നെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെ കുറിച്ച് സൂറത്തു മറിയമിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ഈ അള്ളാഹുവിന്റെ അമ്പിയാക്കളെയെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരെ കുറിച്ച് പറയുകയാണ്, ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞ അവന്റെ നബിമാരാണ് ഇവർ. وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം അദ്ദേഹത്തിന്റെ കപ്പലിൽ കയറിയവരായ ആളുകൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് നബിയുടെയും സന്താനങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടുണ്ട്, അവരെ അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ മഹനീയമായ ഒരു സ്വഭാവ ഗുണത്തെ കുറിച്ച് പറയുകയാണ്, ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ. ഈ പറഞ്ഞ മഹത്തായ പ്രവാചകന്മാർ, ശ്രേഷ്ഠരായ പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വിശിഷ്ടരായ ആളുകൾ, അവർക്ക് മേൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഭയഭക്തി കാരണം നെറ്റി അത് ഭൂമിയിൽ തട്ടിച്ച് അവർ സുജൂദിലേക്ക് വീഴും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുകയാണ്. ഈ ഒരു വിശേഷണം വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്.
അല്ലാഹു പറഞ്ഞു വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ അവർ നെറ്റി നിലത്ത് തട്ടിച്ച് അവർ വീഴും, കരഞ്ഞുകൊണ്ട് അവർ സുജൂദിലേക്ക് വീഴും. അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയഭക്തി അവർക്ക് വർദ്ധിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ മഹത്വം ആലോചിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഗാംഭീര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു പറഞ്ഞു വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. അവർ സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നതായി താങ്കൾക്ക് കാണുവാൻ സാധിക്കും. അവർ പറയും യഖൂലൂന റബ്ബന ആമന്ന ഫക്തുബ്നാ മഅശ് ഷാഹിദീൻ. അല്ലാഹുവേ, ഞങ്ങൾ അല്ലാഹുവേ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ നീ ഷാഹിദീങ്ങളിൽ രേഖപ്പെടുത്തണമേ. ഒരു മുഅ്മിനിൽ ഉണ്ടായിരിക്കേണ്ട മഹനീയമായ ഒരു സ്വഭാവ ഗുണമാണ് അല്ലാഹുവിനെ ആലോചിച്ച് കരയുക എന്നുള്ളത്. നാളെ പരലോകത്ത് ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അല്ലാഹു തണൽ നൽകി അനുഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറജുലൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാ. ഒരുവൻ ഒറ്റയ്ക്കിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ചു, അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ അവൻ അല്ലാഹുവിനോടുള്ള ഭയം കാരണം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെയുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമെന്നാണ്. മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ വർഷങ്ങളോളം രഹസ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആലോചിച്ച് കരയുന്നവരായിരുന്നു. രഹസ്യമായി എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും അറിയാതെ 20 വർഷത്തോളം അങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞു കഴിച്ചുകൂട്ടിയ സലഫുകളെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അല്ലാഹുവിനോടുള്ള ഭയം കാരണം, അവനോടുള്ള ഖശ്യത്ത് കാരണം. ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഭയപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടത് കാരണം, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് അവർക്കുള്ളത് കാരണം അല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ കരയുകയാണ്. പടപ്പുകളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഖശ്യത്തുള്ളവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ചര്യയിൽ നമുക്കിത് സർവ്വസാധാരണമായി കാണാൻ സാധിക്കും. നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുമായിരുന്നു. ഖുർആൻ ഓതിയാൽ, ഖുർആൻ മറ്റുള്ളവരിൽ നിന്ന് കേട്ടാൽ, ഖബറിന്റെ അരികിൽ നിന്ന് കഴിഞ്ഞാൽ, ഉമ്മത്തിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരഞ്ഞിട്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് നീ ഖുർആൻ ഓതിത്തരണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ അഖ്റഉ അലൈക വ ഇന്നമാ ഉൻസില അലൈക. അല്ലാഹുവിന്റെ റസൂലെ, വിശുദ്ധ ഖുർആൻ താങ്കൾക്കാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്, പിന്നെ എങ്ങനെ ഞാൻ താങ്കൾക്ക് ഓതിത്തരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റുള്ള ആളുകളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ തുറന്ന് സൂറത്തുൻ നിസാ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അല്ലാഹുവിന്റെ ആയത്തായ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന ആയത്തെത്തി. എന്താണ് ആയത്ത്? ഓരോ ഉമ്മത്തിനും, ഓരോ സമൂഹത്തിനും അവർക്കെതിരായ സാക്ഷികളായി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവരെ കൊണ്ടുവരപ്പെടുമ്പോൾ
ഈ ഉമ്മത്തിനെതിരായ സാക്ഷിയായ അല്ലാഹുവിന്റെ റസൂലെ അങ്ങയെയും കൊണ്ടുവരപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഫഇദാ ഐനാഹു തദ്റുഫാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഫീ സദ്രിഹി അസീസുൻ കഅസീസിൽ മുർജൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അവിടുത്തെ നെഞ്ചകത്തു നിന്ന് തിളച്ചുമറിയുന്ന പാത്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദം അദ്ദേഹത്തിന്റെ അവിടുത്തെ നെഞ്ചകത്തു നിന്ന് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തേങ്ങിക്കൊണ്ട് രാത്രി നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരൊറ്റ രാത്രി മുഴുവൻ ഒരേ ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഫജ്ർ വരെ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഏതാണ് ആയത്ത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, എന്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കുകയാണ് എങ്കിൽ, ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ അതിനുള്ള അവകാശം നിനക്കുണ്ട്. കാരണം നിന്റെ അടിമകളാണ് അവർ. ഇനി അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് എങ്കിൽ നീ അങ്ങേയറ്റത്തെ യുക്തിയുള്ളവനും പ്രതാപവാനുമാണ് എന്ന ആയത്ത്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് ഫജ്ർ വരെ ഈ ആയത്ത് കൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയാറുണ്ടായിരുന്നു, യാ ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്നിങ്ങനെ പറഞ്ഞ് ഈ ആയത്തോടി ഫജ്ർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇതാണ് എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനും ഈ മഹനീയമായ വിശേഷണം നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെട്ടത്, വകാന അബൂബക്കർ റജുലുൻ ബക്കാ ലാ യംലികു ദംഅഹു ഹീന യഖറഉൽ ഖുർആൻ. ധാരാളമായി കരയാറുള്ള വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീർ, അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, ആരാണ് ഉമർ? ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഗാംഭീര്യമുള്ള, ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശൗര്യമുള്ള ഏത് സ്വഹാബിയാണ് നമുക്കറിയാം? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രി നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റു സ്വഹാബികളുടെയും ചര്യയായിരുന്നു. ഒരിക്കൽ മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെയും പരലോകത്തിന്റെയും ഭീതികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ. സ്വഹാബികളെ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ പരലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച്, ബർസഖിലെ കാഴ്ചകളെ കുറിച്ച്, നരകത്തിന്റെ ഭയാനകമായ ഭീതികളെ കുറിച്ച് ഞാൻ കാണുകയും അറിയുകയും ചെയ്തതുപോലെ സ്വഹാബത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും വളരെ കൂടുതലായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു എന്നത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ തേങ്ങി മുഖം പൊത്തി കരഞ്ഞു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിലേക്ക് മുഅ്മിനീങ്ങൾക്ക് ഭയഭക്തിയോടുകൂടി മടങ്ങുവാനുള്ള സമയമായിട്ടില്ലേ എന്ന ആയത്തോതിയാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാർ അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കൽ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, മുൻഗാമികളിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്,
അദ്ദേഹം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുള്ളയുടെ അരികിലേക്ക് പോയി. അദ്ദേഹം വലിയ പ്രസിദ്ധനായ ഇമാമാണ്. അദ്ദേഹം മരണശയ്യയിലാണ്, മരണാസന്നനായി കിടക്കുകയാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള അദ്ദേഹത്തിനോട് ചോദിച്ചു, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുള്ള അദ്ദേഹം കരയാൻ, ആ മരണശയ്യയിൽ കിടക്കുമ്പോൾ, മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം കരയാൻ. സുഫിയാൻ ഇബ്നു ഉയൈന ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ആയത്തുൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലെ ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. ഏതാണ് ആയത്ത്? വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് അവർ പ്രതീക്ഷിക്കാത്ത പലതും അവർ ചെയ്ത കർമ്മങ്ങളിൽ വെച്ച് അവർക്ക് വെളിവാക്കപ്പെടും. ഈ ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. ഞാൻ പേടിക്കുന്നു, ഞാൻ മരിച്ച അല്ലാഹുവിന്റെ മുന്നിലെത്തിയാൽ ഞാൻ വിചാരിക്കാത്ത, ഞാൻ പ്രതീക്ഷിക്കാത്ത, ഞാൻ തൗബ ചെയ്യാത്ത, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ മറന്നുപോയ വല്ലതും അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമോ എന്ന ഭയമാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുള്ള അദ്ദേഹം മറുപടി പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹുറൈറ? മഹാനായ സ്വഹാബി. ദീന് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ദീൻ പഠിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടതകൾ അനുഭവിച്ച സ്വഹാബിയാണ്. പലപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുകളിൽ ബോധരഹിതനായി വീണിട്ടുണ്ട്, പട്ടിണികാരൻ. 5000-ൽ പരം ഹദീസുകൾ ഈ ഉമ്മത്തിനെ ദാനം നൽകിയ മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ മരണവേളയിൽ അദ്ദേഹം കരയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കരഞ്ഞു എന്നാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദി. നിങ്ങൾ ഈ പ്രേമിച്ച് നടക്കുന്ന നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിലല്ല ഞാൻ കരയുന്നത്, ആ കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ കരയുന്നത്. വലാകിന്നി അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി. ഞാൻ കരയുന്നത് എനിക്ക് പോകാനുള്ള ദൂരം അത് വളരെ അകലമാണ്, എന്റെ യാത്രയുടെ ദൈർഘ്യം അത് വളരെ കൂടുതലാണ്. എന്നാൽ ആ യാത്രക്ക് കണക്കായ സാദ്, അതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ എന്റെ അരികിലില്ല. അമല് വളരെ കുറവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം സൂറത്തുൽ ഖാഫിൽ വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد എന്ന ആയത്ത് അത് കേട്ടാൽ അദ്ദേഹം കരഞ്ഞ്, അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീഴുമോ എന്ന ആളുകൾ ഭയപ്പെടുന്ന രീതിയിൽ അദ്ദേഹം കരയാറുണ്ടായി. എന്താണ് സഹോദരങ്ങളെ ആയത്ത്? വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണോത്രാളം യാഥാർത്ഥ്യവുമായി നിന്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ നീ വളരെ അകലെയാണ് എന്ന് ധരിച്ചു വെച്ചിരുന്ന ആ മരണമാണത് എന്ന ആയത്തിനെ കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ച് കരഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുകയാണ്. ഭാര്യയുടെ മടിയിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിനോട് ഭാര്യ ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞത് ഒരു ആയത്ത് ആലോചിച്ചിട്ടാണ്. എന്താണ് ആയത്ത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവരപ്പെടാത്തവരായി ആരും തന്നെയില്ല, എല്ലാവരെയും നരകത്തിന്റെ വക്കിലേക്ക് നയിക്കപ്പെടും. എന്നിട്ട് അവിടെ നിന്ന് മുത്തഖീങ്ങൾ സ്വർഗത്തിലേക്ക് രക്ഷിക്കപ്പെടും. ളാലിമീങ്ങളായ ആളുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും എന്ന ആയത്ത് ആലോചിച്ച് നരകത്തിന്റെ അരികിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന ഭയം കാരണമാണ് അദ്ദേഹം കരഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് സഹാബികൾ, ഇതാണ് മുൻഗാമികൾ. ശുദ്ധ ഖുർആനുമായി അവർ വെച്ചു പുലർത്തിയ ബന്ധമിതായി. റബ്ബിനോടുള്ള റബ്ബിന്റെ സ്ഥാനം അവരുടെ ഹൃദയങ്ങളിൽ ഈ രൂപത്തിലായിരുന്നു.
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികളെ എങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ കേട്ടല്ലോ, സ്വഹാബികളുടെ ചരിത്രം കേട്ടു, മുൻഗാമികളുടെ കഥകൾ നമ്മൾ കേട്ടു. അവർക്ക് കരയിപ്പിച്ചത് ഒരായത്താണ്, ഇന്ന ആയത്താണ് എന്ന് പറയുന്നത് പോലെ എന്നെ കരയിപ്പിച്ച ഒരായത്തുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ചിന്തിച്ച് കരയാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിരിക്കുവാൻ സമയം കണ്ടെത്തുന്ന ആളുകളാണ്, ചിരിക്കുന്നതിന് വേണ്ടി പല കാരണങ്ങളും തേടിപ്പോകുന്ന ആളുകളാണ് നമ്മൾ. ദുനിയാവിന്റെ പല കാര്യങ്ങൾക്കും നമ്മൾ കരയാറുമുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അറിയാതെ കരഞ്ഞു പോകാറുണ്ട്. വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ, മരണപ്പെട്ടു പോകുമ്പോൾ അറിയാതെ നമ്മൾ കരഞ്ഞു പോകാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, റബ്ബിനെ കുറിച്ച് ആലോചിച്ച്, റബ്ബിനോടുള്ള ഭയം കാരണം, അവനോടുള്ള സ്നേഹം കാരണം, നരകത്തിനെ കുറിച്ച് ആലോചിച്ച്, സ്വർഗത്തിനെ കുറിച്ച് ആലോചിച്ച്, നമ്മളുടെ തിന്മകളുടെ ആധിക്യത്തെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് എപ്പോഴാണ് നമ്മൾ അവസാനമായി കരഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. എത്രയാണ് നമ്മൾ പരലോകത്തെ കുറിച്ച് കേൾക്കുന്നത്? എത്രയാണ് നമ്മൾ ഖബറിനെ കുറിച്ച് കേൾക്കുന്നത്? എത്രയാണ് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് കേൾക്കുന്നത്? എത്രയാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്? എത്ര എത്ര ഉപദേശങ്ങൾ, എത്ര എത്ര വഅദുകളാണ് നമ്മൾ കേൾക്കുന്നത്? നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച്, അല്ലാഹുവിന്റെ ഖുർആൻ അത് പാരായണം ചെയ്ത് അതിലെ ആശയങ്ങൾ ചിന്തിച്ച് കരയുക എന്നുള്ളത് നമ്മൾക്ക് ഏവർക്കും ഉണ്ടാകേണ്ട, അനിവാര്യമായി നമ്മളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്. അതൊരു ഒരിക്കലും ഒരു കുറവല്ല. അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയുക എന്നുള്ളത് അതൊരു കുറവല്ല, മറിച്ച് വളരെയധികം ആസ്വാദനമുള്ള, നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വയുസ്തഹബ്ബുൽ ബുകാഉ ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോൾ കരയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. വതരീഖത്തു തഹ്സീലിൽ ബുകാ, എങ്ങനെയാണ് ഖുർആൻ ഓതുമ്പോൾ കരയുക? അദ്ദേഹം പറഞ്ഞു, അയ്യതഅമ്മല മാ യഖറഉഹു മിന അത്തഹ്ദീദി വൽ വഈദി അശ്ശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ താക്കീതുകൾ, അവന്റെ ശിക്ഷാമുറകൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ നമ്മൾ വരുത്തിയ കുറവ് അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് ഖുർആൻ ഓതി അള്ളാഹുവിനെ ആലോചിച്ച് കരയേണ്ടത് എന്ന് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇല്ലം യഹ്ദുറുൽ ബുകാഉ ഇൻദ ദാലിക്, ഞാനൊന്നും ചിന്തിച്ചിട്ട് ആർക്കും കരച്ചിൽ വരുന്നില്ല എങ്കിൽ ഇത് വലിയ മുസീബത്താണ്. ഫഇന്നഹു മിനൽ മസായിബ്, അത് വലിയ മുസീബത്താണ്. എന്ത് വന്നാലും ഞാൻ കരയൂല എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ, ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഖുർആൻ ഓതി കരച്ചിൽ വരാത്തത് അത് വലിയ മുസീബത്താണ്.
വലിയ മുസീബത്താണ് എന്നാണ് ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, യാ കസീറൽ ദുനൂബ് ഖലീലൽ ബുകാ, ധാരാളം തിന്മ ചെയ്യുന്നവരെ, എന്നിട്ട് വളരെ കുറച്ചു മാത്രം അതിന്റെ പേരിൽ കരയുന്നവരെ, അതല്ലെങ്കിൽ കരയാത്ത ആളുകളെ, ഇബ്കി അലാ ആദമി ബുകാഇ, നിനക്ക് കരച്ചില് വരുന്നില്ല എന്നത് കാരണം നീ കരയുക. കാരണം കാനൂ യബ്കൂന മഅ തഖ്വ, നമ്മൾ മുൻപ് സൂചിപ്പിച്ച സ്വഹാബികളെല്ലാവരും ഒരു തഖ്വയോടൊപ്പമായിരുന്നു കരഞ്ഞിരുന്നത്. തിന്മകൾ വളരെ കുറച്ചുള്ള ആളുകളായിരുന്നു അവർ, നന്മകൾ ഒരുപാടുള്ള ആളുകളായിരുന്നു, അതിനോടൊപ്പമാണ് അവർ കരഞ്ഞിരുന്നത്. എങ്കിൽ വഅൻത തദ്ഹഖു മഅ ദുനൂബ്, ധാരാളം തിന്മകൾ ചെയ്തിരിക്കെ നീ ചിരിക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വബ്കി അലാ ഖത്തിയതിക്, നിന്റെ തിന്മയെക്കുറിച്ച് ആലോചിച്ച് ഒറ്റയ്ക്കിരുന്ന് നീ കരയുക. ഫിത്നയുടെ കാലഘട്ടത്തിൽ നീ ചെയ്യേണ്ട കാര്യം അതായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിന്റെ തിന്മകളെ കുറിച്ച് ആലോചിച്ച് നീ കരയുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വമതാ ഖഹതത്തിൽ ഐനു മിനൽ ബുകാഇ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഭയം കാരണം കരയാൻ സാധിക്കാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ഫഅലം അന്ന ഖഹ്തഹാ മിൻ ഖസ്വത്തിൽ ഖൽബ്, ആ കണ്ണുനീർ വറ്റിപ്പോയിട്ടുള്ളതിന്റെ കാരണം നിന്റെ ഹൃദയം കടുത്തുപോയി എന്നുള്ളതാണ്. വഅബ്അദുൽ ഖുലൂബി മിനല്ലാഹ് അൽ ഖൽബുൽ ഖാസി, അല്ലാഹുവിൽ നിന്ന് ഏറ്റവും വിദൂരമായ ഹൃദയമെന്നാൽ കാടത്വം ബാധിച്ച, കാഠിന്യം ബാധിച്ച ഹൃദയമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. കരയാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞ വാക്കുകളൊന്നും കേട്ട് ഈ പറഞ്ഞ രൂപത്തിലൊന്നും ശ്രമിച്ചിട്ട് നമുക്ക് കരയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് വലിയ മുസീബത്താണ് ബാധിച്ചിട്ടുള്ളത്. അത് ഹൃദയകാഠിന്യമാണ്. തിന്മകൾ ആ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടി ആ ഹൃദയം മലീമസമായിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ നൂർ അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, ഹൃദയത്തിൽ അതുകൊണ്ട് സ്വാധീനമുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് കരച്ചിൽ വരാത്തത്. അത് വലിയ മുസീബത്താണ് എന്നാണ്. അതുകൊണ്ട് ഭയഭക്തിയില്ലാത്ത ഹൃദയം അത് നമുക്കുണ്ട് എങ്കിൽ, ആ ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിനോട് അതിൽ നിന്ന് രക്ഷ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഖാശിആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹി ഹത്താ യഊദ അൽ-ലബൻ ഫി ad-dara, കറന്നെടുത്ത പാൽ ആ പാല് അകിളിലേക്ക് തിരിച്ചു കയറാത്തടത്തോളം അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിനെ കുറിച്ച് അവനോടുള്ള ഭയം കാരണം കരഞ്ഞ ഒരുവൻ ഒരിക്കലും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നെടുത്തിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ച് ആ പാലിലേക്ക് കയറുകയില്ല എന്നുള്ളത് എത്ര അസംഭവ്യമായ കാര്യമാണോ അതുപോലെ അസംഭവ്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ഭയന്നുകൊണ്ട്, അള്ളാഹുവിനോടുള്ള ഭയം കാരണം കരഞ്ഞവൻ അവൻ സ്വർഗത്തിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ലാ തമസ്സുഹുമൻ നാർ, രണ്ട് കണ്ണുകൾ അതേ നരകം സ്പർശിക്കുകയില്ല. ഒന്ന് ഐനുൻ ബകത് മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിനോടുള്ള ഭയം കാരണം കരഞ്ഞ കണ്ണാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ഒരു അടിമ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് കണ്ണുനീർ പൊഴിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫല്യദ്ഹഖു ഖലീലൻ വൽയബ്കൂ കസീറ, സഹോദരങ്ങളെ കുറച്ചു മാത്രം ചിരിക്കുക, ധാരാളമായി കരയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വതദ്ഹഖൂന വലാ തബ്കൂൻ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ഇത്രയധികം വീഴ്ച വരുത്തി
എന്നിട്ടും നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയുമാണോ? വഅൻതും സാമിദൂൻ, നിങ്ങൾക്ക് അശ്രദ്ധ ബാധിച്ചിരിക്കുകയാണോ? ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു, കരഞ്ഞുകൊണ്ട് നിങ്ങൾ സുജൂദിലേക്ക് വീഴുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാൻ വലിയൊരു അവസരമാണ്. ഈ സ്വഭാവ ഗുണമില്ലാത്ത ഒരാൾക്ക് അവൻ ഈ സ്വഭാവം അത് നേടിയെടുക്കാനുള്ള വലിയ അവസരമാണ് റമദാൻ. ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, അല്ലാഹുവുമായി ഒറ്റയ്ക്കിരുന്നുകൊണ്ട്, ചെയ്തുപോയ തിന്മകൾ ആലോചിച്ചുകൊണ്ട് കരയുക എന്നുള്ളത് ഈ റമദാനിൽ നമ്മൾ നടപ്പിലാക്കുക. ഈ റമദാനിൽ നമുക്ക് കരയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങൾ, എപ്പോഴാണ് നമുക്ക് കരയാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.